അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. സ്നേഹ ബഹുമാനം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, സൂറത്തുൽ ലുഖ്മാനിന്റെ 21 ആയത്തുകളാണ് നാം ഇതുവരെ വിശദീകരിച്ചത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ومن يسلم وجهه إلى الله وهو محسن. ومن സുക്കൂനുള്ള നൂനിന് ശേഷം യാവ് വരുമ്പോ ഇദ്ഗാമും ബിഗുന്നയാണ്, ശ്രദ്ധ ചെയ്ത് മണിച്ചോദണം. فقد استمسك بالعروة الوثقى وإلى الله عاقبة الأمور. ومن كفر فلا يحزنك كفره. ومن സുക്കൂനുള്ള നൂനേഷം കാഫ് വരുമ്പോ ഇഖ്ഫാ ചെയ്ത് മണിച്ചോദണം. ഇലൈനാ മർജിഉഹും ഫനുനബ്ബിഉഹും ബിമാ അമിലു ഇന്നല്ലാഹ അലീമും ബിദാത്തിസ് സുദൂർ. അലീമുംബി തൻവീനേഷം ബാവ് വരുമ്പം ഇഖ്ലാബാണ്. തൻവീനിനെ മീമാക്കി മറിച്ച് മണിക്കണം എന്നാണ്. അലീമും ബിദാത്തിസ് സുദൂർ. നുമത്തിഉഹും ഖലീലൻ സുമ്മ നദ്തറുഹും ഇലാ അദാബിൻ ഗലീദ്. وَلَئِن سَأَلْتَهُم مَّنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ لَيَقُولُنَّ اللَّهُ قُلِ الْحَمْدُ لِلَّهِ بَلْ أَكْثَرُهُمْ لَا يَعْلَمُونَ. لِلَّهِ مَا فِي السَّمَاوَاتِ وَالْأَرْضِ إن الله هو الغني الحميد. ولو أن ما في الأرض من شجرة أقلام والبحر يمده من بعده من بعد. സുക്കൂനുള്ള നൂനേഷം ബാവ് വരുമ്പോ നേരത്തെ പറഞ്ഞ പോലെ ഇഖ്ലാബ് ചെയ്ത് മണിച്ചോദണം. മിൻ ബഅദിഹി സബ്അതു അബ്ഹുരിൻ മാ നഫിദത് കലിമാത്തുല്ലാഹ് ഇന്നല്ലാഹ അസീസുൻ ഹകീം. കഴിഞ്ഞ ആയത്തുകളിൽ അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് അതിനെ പിൻപറ്റുവിൻ എന്ന് പറയപ്പെട്ടാൽ ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ വഴി പിന്തുടർന്നുകൊള്ളാം എന്ന് പറയുന്ന ആളുകൾക്ക് അവർ ശൈത്താനിന്റെ വഴിയിലേക്കാണെങ്കിലും എന്ന് ചോദിച്ചുകൊണ്ട് അല്ലാഹു അവരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നങ്ങോട്ട് സത്യവിശ്വാസം സ്വീകരിച്ച് സന്മാർഗത്തിലൂടെ ചരിക്കുന്ന ആളുകൾക്കുടെ ഉപമയാണ്. വമൻ യുസ്ലിം വജ്ഹഹു ഇലല്ലാഹ്. വമൻ യുസ്ലിം, അസ്ലമ യുസ്ലിമു എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി അധീനപ്പെടുത്തി കൊടുക്കുക, കീഴ്പ്പെടുത്തി കൊടുക്കുക, വിട്ടുകൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. വജ്ഹഹു അവന്റെ മുഖം എന്നാണെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതം അല്ലെങ്കിൽ അവന്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ഇലല്ലാ അള്ളാഹുവിലേക്ക് സമ്പൂർണമായി ഒരാൾ കീഴ്പ്പെടുത്തി കൊടുത്താൽ ഏതവസ്ഥയിൽ വഹുവ മുഹ്സിൻ, മുഹ്സിനായ അവസ്ഥയിൽ. എന്താണ് ഇഹ്സാൻ എന്ന് പലതവണ നമ്മൾ വിശദീകരിച്ചതാണ്. അൽ ഇഹ്സാനു അൻ തഅ്ബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക എന്നാണ് ഹദീസുകളിൽ കാണാൻ കഴിയുന്നത്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. നീ അവനെ കാണുന്നത് പോലെ ആരാധിക്കണം. നീ അവനെ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ഒരു മനുഷ്യൻ മുഹ്സിനായ നിലയിൽ ഇബാദത്തെടുത്ത് അള്ളാഹുവിന് കീഴൊതുങ്ങി ജീവിക്കുമ്പോൾ ഫഖദ് ഇസ്തംസക ബിൽ ഉർവത്തിൽ വുസ്ഖാ, ബലിഷ്ഠമായ ഒരു പിടിവള്ളി. ഉർവത്തിൽ വുസ്ഖാ എന്ന് പറഞ്ഞാൽ ബലമുള്ള, ബലിഷ്ഠമായ ഒരു പാശം, ഒരു കയറ് പിടിച്ചവനെ പോലെയാണ്. ഇസ്തംസക പിടിച്ചു.
വ ഇലല്ലാഹി ആഖിബത്തുൽ ഉമൂർ, എല്ലാ കാര്യങ്ങളുടെയും അന്ത്യം, പര്യവസാനം അല്ലാഹുവിങ്കലേക്കാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം സമഖ്ശരി എഴുതുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഒരു മലമുകളിൽ നിന്ന് ഒരാൾ താഴേക്ക് വരികയാണ്. ഏതവസ്ഥയിലും അവൻ ഏതെങ്കിലുമൊക്കെ വഴിയിലേക്ക് സഞ്ചരിക്കുവാൻ സാധ്യതയുണ്ട്. താഴേക്ക് പോകുമ്പോൾ ഇന്ന റൂട്ടിലേ പോകാവൂ എന്നില്ലല്ലോ. ഒന്നുകൂടി ചെങ്കുത്തായ വഴിയാണ് എങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ താഴേക്ക് പോകാൻ ഒരുപക്ഷെ മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. ഈ അവസ്ഥയിൽ മുകളിലേക്ക് ബന്ധിക്കപ്പെട്ട ഒരു കയർ, ബലിഷ്ഠമായ ഒരു കയർ, പൊട്ടിപ്പോകാത്ത ഒരു കയർ അവന്റെ കയ്യിലുണ്ടെങ്കിൽ എത്ര എളുപ്പമായിരിക്കും, എത്ര ആത്മവിശ്വാസത്തോടെ ആയിരിക്കും അവൻ സഞ്ചരിക്കുന്നത്, താഴേക്കിറങ്ങുന്നത്. അതുപോലെയാണ് അള്ളാഹുവിങ്കിലേക്ക് ബന്ധിക്കപ്പെട്ട ഒരു കയർ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഏത് ചെങ്കുത്തായ മലമ്പാതയിലും നമുക്ക് ആ കയർ പിടിച്ച് ഇറങ്ങാം. നമ്മൾ തട്ടിത്തകർന്ന് താഴേക്ക് വീഴില്ല. ആ കയറ് അത്ര ബലവത്താണ്. മറ്റേത് കയറ് പിടിച്ചാലും അവയെല്ലാം ചിലന്തി വല പോലെ ദുർബലമാണ്. അവയെല്ലാം പൊട്ടി താഴേക്ക് വീഴാൻ സാധ്യതയുണ്ട്. അള്ളാഹുവിന്റെ പാശമെന്ന് പറയുന്നത് വിശ്വാസമാണ്. ആ ആത്മവിശ്വാസത്തിൽ, അള്ളാഹുവിലുള്ള അചഞ്ചലമായ ഈമാനിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എത്ര കരുത്തായിരിക്കും അയാളുടെ ഹൃദയം, എന്ത് ദൃഢമായിരിക്കും അയാളുടെ വിശ്വാസം. ആ വിശ്വാസം ബലിഷ്ഠമായ പാശം പിടിച്ചവനെ പോലെയാണ് എന്നാണ് ഇവിടെ ഉപമിക്കുന്നത്. വമൻ കഫറ, ഇനി ആരെങ്കിലും നിഷേധിച്ചാൽ എന്ന് പറഞ്ഞാൽ ഈമാനിലേക്ക് കടന്നു വരാതെ, മുസ്ലിമായി ജീവിക്കാൻ തയ്യാറാകാതെ ഒരാൾ ജീവിക്കുന്ന അവസ്ഥ ഉണ്ടായാൽ ഫലാ യഹ്സുൻക കുഫ്റുഹു, അവന്റെ കുഫർ നിന്നെ ഒരിക്കലും ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. അതായത് ഇസ്ലാം സ്വീകരിക്കാത്ത ഒരാളുടെ കുഫർ സ്വാഭാവികമായും പ്രയാസമുണ്ടാക്കും. പക്ഷെ വേണ്ട നബിയെ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം ധിക്കാരം കൊണ്ട് തിരിഞ്ഞു പോകുന്ന ആളുകൾ, ഇലൈനാ മർജിഉഹും, അവർ മടങ്ങി വരേണ്ടത് എന്റെ അടുത്താണ്, അവരുടെ മടക്കസ്ഥാനം നമ്മുടെ അടുത്തേക്കാണ്. ഫനുനബ്ബിഉഹും, നാം അവരെ ഓർമ്മിപ്പിക്കും, അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കും, ബിമാ അമിലു, അവരെന്താണ് ചെയ്തു വെച്ചത് എന്ന്. കാരണം ഇന്നല്ലാഹ അലീമും ബിദാത്തിസ്സുദൂർ, നെഞ്ചകങ്ങളിലുള്ളത്, ഹൃദയങ്ങളിലുള്ളത് തീർച്ചയായും അള്ളാഹു അറിയുന്നവനാകുന്നു. അപ്പോൾ അള്ളെല്ലാം അറിയുന്നുണ്ട്. ആ അള്ളാഹു അറിയുന്നത് കൊണ്ട് തന്നെ അള്ളാഹുവിങ്കിലേക്ക് എത്തിപ്പെട്ടവന് അവന്റെ ഓരോ പ്രവൃത്തികളെക്കുറിച്ചും അവനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതാണ്. അതുകൊണ്ട് കുഫറുള്ളവൻ അവനവന്റെ വഴിക്ക് വിട്ടേക്ക്, അവന്റെ വിഷയത്തിൽ സങ്കടപ്പെട്ട് നീ പ്രയാസപ്പെടേണ്ടതില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമാശ്വസിപ്പിക്കുകയാണ്. നുമത്തിഉഹും ഖലീല, ഇനി ഭൂമിയിൽ നിഷേധികളുടെ അവസ്ഥ പഠിപ്പിക്കുകയാണ്. നുമത്തിഉഹും ഖലീല, എന്തെന്ത് സുഖാഡംബരങ്ങളിൽ ജീവിക്കുന്നവരായാലും, നിങ്ങൾ ആലോചിച്ച് നോക്ക്, വലിയ സമ്പന്നരാണെന്ന് വിചാരിച്ചോ, വലിയ സമ്പത്തുള്ളവരാണ്, വലിയ അധികാരമുള്ളവരാണ്, എന്തുണ്ടായിക്കൊള്ളട്ടെ, എത്ര കാലം അവരുടെ ജീവിതം? ഒരു 100 വർഷത്തിന്റെ അപ്പുറത്തേക്ക് ആ സുഖം നീങ്ങുമോ? ഇല്ല. വളരെ കുറഞ്ഞ കാലത്തേക്ക് അവർക്ക് നാം സുഖം അനുഭവിപ്പിക്കുന്നു. സുമ്മ നൗതറുഹും, പിന്നീട് അവര് നിർബന്ധിതരായിത്തീരുന്നു, അല്ലെങ്കിൽ നിർബന്ധിച്ച് കൊണ്ടുവരുന്നു. ഇലാ അദാബിൻ ഗലീൽ എന്നാൽ പരുഷമായ, കഠോരമായ, കനത്ത എന്നാണ്. വളരെ കടുത്ത ശിക്ഷയിലേക്ക് പിന്നീട് അവര് നിർബന്ധിതരായി എത്തിച്ചേരേണ്ടി വരുന്നു. അപ്പൊ അള്ളാഹുവിനെ നിഷേധിച്ച് ഭൂമിയിൽ എത്ര സുഖിയന്മാരായി ജീവിച്ചാലും ഒരു പരിധിയുണ്ട്. പിന്നെ ആ നിഷേധത്തിന്റെ അനന്തരഫലം അനുഭവിക്കാൻ അള്ളാഹുവിന്റെ അടുക്കിലേക്ക് അവരെത്തേണ്ടി വരും എന്നാണ്. ഇനിയോ അള്ളാഹു അവന്റെ വഹ്ദാനിയത്തിനെ സംസ്ഥാപിക്കാൻ ആളുകൾ പലപ്പോഴും അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ്. ഇമാം റാസി പറയുന്നുണ്ട്, അള്ളാഹുവിനെ എല്ലാ കാലത്തുമുള്ള ആളുകൾ, അതിന്റെ പേര് ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ പോലും പല പേരിലും, ഒരു ദൈവത്തെ എല്ലാവരും അംഗീകരിക്കുന്നുണ്ട്.
പരബ്രഹ്മമെന്നോ സർവേശ്വരൻ എന്നോ കർത്താവെന്നൊക്കെ പറയപ്പെടുന്ന ഒരാൾ. പക്ഷേ എന്താണ് വ്യത്യാസം? അങ്ങനെ ഒരു പടച്ചവനോടുണ്ട്, ഒരു സർവേശ്വരനുണ്ട്. പക്ഷെ ബാക്കി പലരോടും ചോദിക്കുന്ന ആളുകൾ, യഥാർത്ഥത്തിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ പിന്നെ കന്യാമറിയത്തോട് എന്തിനു ചോദിക്കുന്നു? പരിശുദ്ധ യൂദാസ്ലീഹയോട് എന്ത് ചോദിക്കുന്നുവെന്ന് ക്രിസ്ത്യാനികളോട് ചോദിക്കപ്പെടുന്നത് പോലെ ഒരു പടച്ചവനുണ്ടായിട്ടും പടപ്പുകളോട്, ഔലിയാക്കളോട്, തങ്ങന്മാരോടൊക്കെ ചോദിക്കുന്ന ആളുകളുണ്ട്. ഒരു സർവേശ്വരനുണ്ടായിരുന്നിട്ടും അതിന് താഴെയുള്ളവരോട് ചോദിക്കുന്ന അനേകം വിശ്വാസികളുണ്ട്. അതുപോലെ തന്നെ വല ഇൻസഅൽതഹും, നീ അവരോട് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളെ സൃഷ്ടിച്ചതാരെന്ന് ചോദിച്ചാൽ, ലയഖൂലുന്നല്ലാഹ്, അവർ അല്ലാഹുവാണെന്ന് പറയുന്നതാണ്. അള്ളയാണ് എന്നാര് പറയും? മുസ്ലിങ്ങളല്ലട്ടോ അത്. ഇത് ബഹുദൈവ വിശ്വാസികൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ് എന്ന് ഖുർആനിന്റെ വചനാണ്. നമ്മുടെ നാട്ടിൽ പലരും പറയാറുണ്ട്, മക്കയിലെ മുശ്രിക്കീങ്ങൾ അള്ളാഹിനെ അംഗീകരിക്കുന്നവരല്ല. അള്ള പറയുന്നത് അവർ അള്ളാഹുവിനെ അറിയുന്നവരാണ്, അള്ളാഹുവിനെ അംഗീകരിക്കുന്നവരാണ്, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് എന്ന് പറയുന്നവരാണ്. അത് വെറും പറച്ചലാന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കുന്നവരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരല്ലാഹുവിനെ അംഗീകരിക്കുന്നത് കൊണ്ടാണല്ലോ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ഞങ്ങൾ ആരാധിക്കുന്നു എന്നൊക്കെ പറഞ്ഞത്. അപ്പോ അള്ളാഹുവിലേക്ക് ശുപാർശ ചെയ്യാൻ ഞങ്ങൾ മറ്റുള്ളവരോട് പറയുന്നു എന്ന് പറഞ്ഞത്. അപ്പൊ അള്ളയാണ് എന്ന് പറയുമ്പോ ഖുലിൽ ഹംദുലില്ലാ, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞേക്ക് നബിയെ. ഇതെങ്കിലും അവര് സമ്മതിച്ചല്ലോ എന്നാണോ? അതെ, ആ രൂപത്തിലാണ്. അതെങ്കിലും സമ്മതിച്ചല്ലോ. ബാക്കി ഇപ്പൊ ആകാശഭൂമികളുടെ സൃഷ്ടാവ് അള്ളാഹുവാണ് എന്ന് വരുമ്പോ പിന്നെ സൃഷ്ടാവ് മാത്രമല്ല ഉടമസ്ഥനും നിയന്താവും അവനാണ് എന്ന് തുടർന്നുള്ള ആയത്തുകൾ പറയുന്നുണ്ട്. അപ്പോ പക്ഷെ ഏതായിരുന്നാലും ബൽ അക്സറുഹും ലാ യഅലമൂൻ, അവരിൽ അധികം ആളുകളും കാര്യങ്ങളെ കൃത്യമായി അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നതാണ്. അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കുന്നില്ല, അതേപ്രകാരം തൗഹീദിനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല, ദീനിനെ പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ അതുകൊണ്ട് അർത്ഥമാക്കാവുന്നതാണ്. അപ്പോ ഇതേപോലെയുള്ള ധാരാളം ആയത്തുകൾ ഖുർആൻ പല സ്ഥലത്തും ആവർത്തിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയോ? അള്ളാഹുവിനെ അവർക്കറിയാം. നിങ്ങൾ നോക്കൂ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാന്റെ പേര് അബ്ദുള്ള എന്നല്ലേ? അതുകൊണ്ട് അങ്ങനെ വന്നേ. അള്ളാന്റെ അടിമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നതിന് മുമ്പേ തന്നെ മരണപ്പെട്ടു പോയ പിതാവിന്റെ പേരെങ്ങനെ അങ്ങനെ വന്നത്? അള്ളാഹിനെ അറിയുന്നത് കൊണ്ട്. അപ്പൊ അള്ളാഹുവിനെ അവർക്കറിയാമായിരുന്നു. സമാന ആശയത്തിലുള്ള ധാരാളം ആയത്തുകൾ ഖുർആൻ പല സ്ഥലങ്ങളിലായി ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ അള്ളാഹുവിനെ അവർക്കറിയാം. അതുകൊണ്ട് തന്നെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കുവാനും അള്ളാഹുവിൽ ശുപാർശ ചെയ്യുവാനുമാണ് അവർ അള്ളാഹു അല്ലാത്തവരോട് തേടിയത് എന്ന് പറയുന്നുണ്ട്. അള്ളാഹ് പറയാണ്, ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള്, ആകാശഭൂമികളിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. ഇന്നല്ലാഹ ഹുവൽ ഗനിയ്യുൽ ഹമീദ്, തീർച്ചയായിട്ടും അള്ളാഹു അവൻ ധന്യനാണ്, സ്തുത്യർഹനാണ്. അപ്പോ അള്ളാഹു ഗനിയാണ്. അള്ളാഹിനെ ആരാധിച്ചിട്ടില്ലെങ്കിലും അള്ളാഹു ധന്യനാണ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരും നിഷേധിച്ചാലും അള്ളാഹു സ്വയം പര്യാപ്തനാണ്, അവൻ സ്തുത്യർഹനുമാണ്. ഭൂമിയിലുള്ളതെല്ലാം അള്ളാന്റേതാണ്, ആകാശത്തുള്ളതൊക്കെ അള്ളാന്റെ ആണ്, ആർക്കും അവകാശപ്പെട്ടതല്ല. ഇനി അള്ളാഹു പറയാണ് അള്ളാഹുവിന്റെ മഹത്വം. വലൗ അന്ന മാ ഫിൽ അർളി മിൻ ശജറ, ഭൂമിയിലുള്ളതെല്ലാം മരങ്ങളായിരുന്നാൽ, വൃക്ഷങ്ങളായിരുന്നാൽ, ആ വൃക്ഷങ്ങളെല്ലാം അഖ്ലാമുൻ, പേനകളായി തീർന്നാൽ, വൽ ബഹ്റു യമുദ്ദുഹു മിൻ ബഅദിഹി, കടലുകൾ, ആ കടല് സബ്അതു അബ്ഹുരിൻ, ഒരു കടലിന് പുറമെ 7 കടലും ചേർന്നാൽ, മാ നഫിദത് കലിമാത്തുല്ലാഹ്, അള്ളാഹുവിന്റെ വചനങ്ങൾ തീരുന്നതല്ല. ഇന്നല്ലാഹ അസീസുൻ ഹകീം, തീർച്ചയായും അള്ളാഹു പ്രതാപശാലിയാണ്, അഗാധജ്ഞനുമാണ്. എന്താണ് ഇതിന്റെ അർത്ഥം? ഇത് നമുക്ക് കാണാം, അള്ളാഹുവിന്റെ മഹത്വം
ആകാശഭൂമികളിലുള്ളതിലേക്കെല്ലാം ചൂഴ്ന്നു നിൽക്കുന്ന ഒന്നാണ്. കലിമത്ത് എന്ന് പറഞ്ഞാൽ എല്ലാ ദിവ്യാത്ഭുതങ്ങളുടെയും അതിനെ വിശദീകരിക്കാൻ ഉപയോഗിച്ച പദമായിട്ടാണ് ഇവിടെ കാണുന്നത്. അള്ളാഹുവിന് വല്ല വസ്തുവിനെയും സൃഷ്ടിക്കണമെങ്കിൽ കുൻ എന്ന ഒരു കൽപ്പനയെ ആവശ്യമുള്ളൂ, അല്ലേ? അപ്പോ അതുപോലെ അള്ളാഹുവിന്റെ കലിമത്തുകൾ കൊണ്ട് ഭൂമിയിൽ എന്തെല്ലാം ഉണ്ടായിട്ടുണ്ട്, എന്തെല്ലാം വസ്തുക്കൾ ഉണ്ടായിട്ടുണ്ട്. ആ വസ്തുക്കളെ മുഴുവനും നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്ന് വിശദീകരിച്ച് എഴുതാൻ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സാധനത്തെക്കുറിച്ച് എഴുതാൻ തന്നെ എത്ര പേപ്പർ വേണം? നമ്മുടെ ശരീരത്തെക്കുറിച്ച്, അതിന്റെ അവയവങ്ങളെക്കുറിച്ച്, അതിലുള്ളതൊക്കെ ഉണ്ടായതിനെക്കുറിച്ച്, അതൊക്കെ അള്ളാഹുവിന്റെ അത്ഭുതകരമായ സൃഷ്ടിപ്പാണല്ലോ. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചും അള്ളാഹുവിന്റെ അജായിബുകളെക്കുറിച്ചും അവന്റെ കലിമാത്തുകൾ എന്ന രൂപത്തിൽ ഭൂമിയിലുള്ള അവന്റെ വിശേഷണങ്ങളെക്കുറിച്ചൊക്കെ എഴുതാൻ തുനിഞ്ഞാല് അത് തീരൂല. അതിന്റെ ഒരു 7 കടൽ എന്നൊക്കെ പറഞ്ഞ് 7-8 കടലുണ്ടെങ്കിൽ തീരുന്നല്ല. അത് ആധിക്യത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ്. എത്ര ഉണ്ടെങ്കിലും തീരൂല, അത്ര ഉണ്ട് അള്ളാഹുവിന്റെ മഹത്വം എന്നാണ്. എല്ലാ ചരാചരങ്ങളും അള്ളാഹുവിന്റെ കലിമത്ത് കൊണ്ടുണ്ടായതാണല്ലോ. ശരി, എങ്കിൽ ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതും ഒക്കെ എഴുതി തീർക്കാൻ പറ്റുമോ? നക്ഷത്രങ്ങൾ എത്രയാ പ്രിയപ്പെട്ടവരെ! ഈ നക്ഷത്രങ്ങളെല്ലാം ഭൂമിയും നക്ഷത്രങ്ങളൊക്കെ താരതമ്യം ചെയ്യുന്ന ഒരു പഠനം നമുക്കിങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചാൽ കാണാം. കോടാനുകോടി നക്ഷത്രങ്ങൾക്കിടയിൽ വലിയൊരു മരുഭൂമിയിലെ ഒരു ചെറു മണൽത്തരി പോലെയാണ് നമ്മൾ വസിക്കുന്ന ഭൂമി. എന്താണ് ഈ പ്രപഞ്ചത്തിന്റെ അത്ഭുതം? നമ്മൾ എവിടെയാ കിടക്കുന്നത്? അപ്പോ ഇതൊക്കെ പടച്ചവന്റെ അജായിബുകളാണ്. പടച്ചവൻ ഇല്ല എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ പടച്ചവന്റെ സൃഷ്ടി മഹാത്മ്യത്തെ മനസ്സിലാക്കി അള്ളാഹുവിനെ അംഗീകരിക്കുകയാണ് വിശ്വാസി ചെയ്യേണ്ടത്. അപ്പൊ അള്ളാഹു അസീസാൻ, ഹക്കീമാണ്, അഗാധ ജ്ഞാനമുള്ളവനാണ്, പ്രതാപശാലിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ എല്ലാ നിഅമത്തുകളെയും അനുഗ്രഹങ്ങളെയും മനസ്സിലാക്കി ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ.